ഹായ് ഗൈസ്, നമുക്ക് ഇന്നൊരു പാസ്ത റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ 2 കപ്പ് പാസ്തയായിട്ട് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള പാസ്ത ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റി കളയേണ്ടതാണ്. അത് അങ്ങനെ തന്നെ എടുക്കുകയൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഇനി ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് അതങ്ങനെ മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ തലേപ്പാടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇടുന്നത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് അത് മാറ്റി വയ്ക്കുമ്പോഴേക്കും പാസ്ത ഒക്കെയുള്ള നമ്മുടെ ഗാർലിക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക. ചതയ്ക്കൊന്നും വേണ്ട, അരിഞ്ഞെടുക്കാൻ തന്നെ അത് ബെറ്റർ. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ വേവ് ഒരുപാട് വെന്ത് പോകണ്ട. ഒരു കത്തിയെടുത്ത് മുറിച്ച് നോക്കുമ്പോൾ നന്നായി മുറിയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആക്കി വെച്ച് നമ്മുടെ ചെമ്മീൻ ഒന്ന് നിരത്തി കൊടുക്കുക. ചെമ്മീനും ഇതേപോലെ ബട്ടറിൽ കിടന്ന് അത്യാവശ്യം നന്നായിട്ട് വേവണം കേട്ടോ. കാരണം ഇനി ഇത് വേവാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. ഒരുപാട് കരിഞ്ഞു മുരിഞ്ഞൊന്നും പോകണ്ട. ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്ന വരെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു പരിവാകുമ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഈ പാനിൽ തന്നെയായിരിക്കും നമ്മുടെ ബാക്കി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണ്ട. ചെമ്മീനൊന്ന് മാറ്റി ഈ പാത്രത്തേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരുപാട് ബട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ റെസിപ്പിയിൽ. അപ്പോൾ 1 സ്പൂൺ മതിയാവും. 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഗാർലിക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിലേക്കിട്ട് കൊടുക്കുക കേട്ടോ. ഗാർലിക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മൈദയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മൈദ 1 സ്പൂൺ തന്നെ കറക്റ്റായിരിക്കും, കൂടി പോകണ്ട. 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് മൈദയും നന്നായിട്ട് ആ പച്ച സ്മെല്ലൊന്നും മൈദയുടെ പോകണം. അതും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാട്ട വെച്ചാൽ ഏത് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ സോസ് ഒരുപാട് വേണമെങ്കിൽ കുറച്ച് കൂടുതലാക്കി നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. അതേപോലെ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 സ്പൂണിന് 1 കപ്പ് തന്നെ പാൽ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ 1/4 കപ്പ് പാസ്ത വേവിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ആ പാസ്ത വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പെപ്പർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കുരുമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചില്ലി ഫ്ലേക്സ് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ആ സോസ് ഒന്ന് തിക്കായി വന്നപ്പോൾ നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തു. നമ്മുടെ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്ത നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ സെർവ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.